Hello all, welcome to News in 360 Degree by Civils 360 IAS Academy. മണിപ്പൂരിൽ കുറച്ച് ദിവസമായിട്ട് ന്യൂസിൽ വരുന്നുണ്ട് എത്നിക് ക്ലാഷസ് ഒന്നുകൂടി ചില ഏരിയാസിലൊക്കെ വയലൻസ് കൂടിയിട്ടുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അബ്ഡക്ട് ചെയ്തുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്. സോ എത്നിക് കോൺഫ്ലിക്റ്റ് ആണ് പ്രൈമറിലി മണിപ്പൂരിൽ. ഇപ്പൊ അതൊരു റൈറ്റ് സിറ്റുവേഷനിലേക്കൊക്കെ പല സ്ഥലങ്ങളിലേക്ക് നീങ്ങി റീസെന്റ് ആയിട്ട്. സോ അവിടെ ആ ഡിസ്ട്രിക്ട്സിലൊക്കെ അഫ്സ്പ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആക്ട് റീഇംപോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അഫ്സ്പയുടെ ബേസിക്സ് പറയുമ്പോൾ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആയിട്ട് യൂണിയൻ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആംഡ് ഫോഴ്സസിന് പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പവർ കൊടുക്കുന്ന ആക്ട് ആണ് അഫ്സ്പ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്. സോ ഈ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ഇപ്പൊ മണിപ്പൂരും അസാമിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരുന്നു ഇതുവരെ ഡിസ്റ്റർബ് ഏരിയാസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പൊ മണിപ്പൂരിൽ യൂണിയൻ ഗവൺമെന്റ് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റീഇംപോസ് ചെയ്തത് പല സ്ഥലങ്ങളിലും. അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും ഒക്കെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് യൂണിയൻ ഗവൺമെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മണിപ്പൂരിലെ ഈ പറയുന്ന റീസെന്റ് റീഇംപോസിഷൻ എന്താണ് യൂണിയൻ ഗവൺമെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. സോ ആർമിക്കും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിനും ഡിസ്റ്റർബ്ഡ് ഏരിയാസിൽ ഈ ലോയിന്റെ എഗൻസ്റ്റ് ആക്ട് ചെയ്യുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യുക, വാറന്റ് ഇല്ലാണ്ട് സെർച്ച് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ പവേഴ്സ് കൊടുക്കുന്ന ഒരു ആക്ട് ആണ് അഫ്സ്പ. ഇതിനു മുന്നേ അഫ്സ്പനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോർട്ട് വേർഡിക്റ്റ്, ഈ ബിൽഡിങ്സിനെയൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഡെമോളിഷ് ചെയ്യുന്നതിനെതിരെ ഉണ്ടായിരുന്ന സുപ്രീം കോർട്ട് വേർഡിക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. സോ നമുക്കറിയാം യുപിയിലും MP, രാജസ്ഥാൻ, ഡൽഹിയിലൊക്കെ ഇതുപോലെ ബുൾഡോസർ കൊണ്ടുവന്ന് അക്യൂസ്ഡ് ആയിട്ടുള്ളവരുടെ ബിൽഡിങ്സും വീടും ഒക്കെ ഇടിച്ചു നിരത്തുന്ന ഒരു കൾച്ചർ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡൽഹിയിലെ ജഹാംഗീർപുരിയിലൊക്കെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM-ന്റെ ലീഡറായ ബൃന്ദ കാരാട്ട് ബുൾഡോസറിന്റെ മുന്നിലൊക്കെ കയറി നിന്ന് ആ ഒരു ഡിമോളിഷൻ അറ്റംപ്റ്റ് തടഞ്ഞതൊക്കെ ന്യൂസിൽ അത്യാവശ്യം നല്ല വാർത്തയായിരുന്നു. സോ നൗ സുപ്രീം കോർട്ട് വേർഡിക്റ്റ് വന്നിട്ടുണ്ട്, അത് ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് മാത്രമേ ഡെമോളിഷൻ നടത്താൻ പറ്റുള്ളൂ. അതും എന്താണ് എൻക്രോച്ച്ഡ് ആയിട്ടുള്ള ലാൻഡ്സ്, ഇപ്പൊ റിവർ സൈഡിലൊക്കെ എൻക്രോച്ച്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ആണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് 15 day നോട്ടീസ് കൊടുത്ത് അതിനെ പ്രോപ്പർ ആയിട്ട് എന്താണ് അതിന്റെ ഡ്യൂ പ്രോസസ്സ് ഫോളോ ചെയ്തതിനു ശേഷം മാത്രമേ ഡെമോളിഷൻ പോലത്തെ ഒരു അറ്റംപ്റ്റിലേക്ക് ഒരു മൂവിലേക്ക് പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ ഡെമോളിഷൻ എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോയിനെയും സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദ വേരിയസ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. ഈ 3 ഓർഗൻസും അവരവരുടേതായ സെപ്പറേറ്റ് ഡൊമെയിനിലാണ് ഫംഗ്ഷൻ ചെയ്യേണ്ടതെന്നും ഒരു ഡൊമെയിൻ ഒരു ഓർഗൻ മറ്റൊരു ഓർഗന്റെ ഡൊമെയിനിലേക്ക് ഓവറാർച്ചിങ് ആയിട്ട് കടന്നുകയറ്റം നടത്തരുതും എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അപ്പൊ ഇവിടെ നടന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് അതോറിറ്റീസ്, അതായത് ഗവൺമെന്റ് ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാള്, കുറ്റവാളി അല്ല അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കുറ്റവാളിയാണ് എന്ന് സ്ഥാപിച്ചെടുത്ത് അയാൾക്ക് ഒരു പണിഷ്മെന്റ് വിധിക്കുകയാണ് ചെയ്യുന്നത് ഈ ബിൽഡിംഗ് ഡെമോളിഷ് ചെയ്തുകൊണ്ട്. ശരിക്കും ആ ഒരു പീനൽ പ്രൊവിഷൻ പീനൽ പവേഴ്സ് ഉള്ളത് ജുഡീഷ്യറിക്കാണ്, എക്സിക്യൂട്ടീവിനല്ല. ഒരു അക്യൂസ്ഡിനെ ലോ പറയുന്ന രീതിക്ക് പീനൽ പ്രൊവിഷൻസ് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം ജുഡീഷ്യറിക്കാണ്, എക്സിക്യൂട്ടീവിനല്ല. സോ എക്സിക്യൂട്ടീവ് ഇങ്ങനത്തെ ആക്ഷൻസ് എടുക്കുന്നത് സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ ബാധിക്കും. മാത്രമല്ല റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയും ഇത് ബാധിക്കും. സോ റൂൾ ഓഫ് ലോ നമ്മൾ പോളിറ്റിയിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇന്ത്യയിലും റൂൾ ഓഫ് ലോ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഇസ് ഫ്രം ദ ബ്രിട്ടീഷ് കോൺസെപ്റ്റ്. ബ്രിട്ടീഷ് ജൂറിസ്റ്റ് ആയ A.V. ഡൈസി ആണ് റൂൾ ഓഫ് ലോ ആദ്യമായിട്ട് പ്രൊപ്പോണ്ട് ചെയ്തത്. ഒന്ന്, ഇക്വാളിറ്റി ബിഫോർ ലോ. നോ മാൻ ക്യാൻ ബി പണിഷ്ഡ് എക്സെപ്റ്റ് ഫോർ എ ബ്രീച്ച് ഓഫ് ലോ. അതായത് കുറ്റം ചെയ്യാത്ത ആരും പണിഷ് ചെയ്യപ്പെടില്ല. കുറ്റം ചെയ്താൽ മാത്രമേ പണിഷ് ചെയ്യപ്പെടുള്ളൂ. അതിന്റെ അർത്ഥം ആർബിട്രറി ആയിട്ട് സ്റ്റേറ്റിന് പണിഷ് ചെയ്യാൻ പറ്റില്ല ആരെയും. കുറ്റം ചെയ്താൽ മാത്രമേ പണിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇക്വാളിറ്റി ബിഫോർ ലോ, അതായത് എല്ലാ സിറ്റിസൺസും ഓർഡിനറി ലോ ഓഫ് ദ ലാൻഡ് അഡ്മിനിസ്ട്രേഡ് ബൈ ഓർഡിനറി കോർട്സിന് സബ്ജക്ട് ചെയ്യപ്പെടും എന്നുള്ളത്. ഈക്വൽ സബ്ജക്ഷൻ ഓഫ് ഓൾ സിറ്റിസൺസ് ടു ഓർഡിനറി ലോ ഓഫ് ദ ലാൻഡ് അഡ്മിനിസ്ട്രേഡ് ബൈ ഓർഡിനറി ലോ കോർട്സ് ആൻഡ്
തേർഡ് EV ഡൈസിയുടെ റൂൾ ഓഫ് ലോയിലെ തേർഡ് ക്ലോസ് എന്ന് പറയുന്നത് primacy of rights of individuals. That is, constitution is the result of rights of individuals. ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ്സിനാണ് പ്രൈമസി, അതിന്റെ റിസൾട്ട് ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് എന്നുള്ളതാണ് EV ഡൈസി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ ആദ്യത്തെ രണ്ടെണ്ണം, അതായത് നോ മാൻ ക്യാൻ ബി പണിഷ്ഡ് എക്സെപ്റ്റ് ഫോർ എ ബ്രീച്ച് ഓഫ് ലോയും ഇക്വാലിറ്റി ബിഫോർ ലോയും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ദ തേർഡ് വൺ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. തേർഡ് വൺ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നേരെ തിരിച്ചാണ് വരുന്നത്. ഇൻഡിവിജ്വൽ റൈറ്റ്സ് കാരണമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സോഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ. മാത്രമല്ല സുപ്രീം കോർട്ട് റൂൾ ചെയ്തിട്ടുണ്ട് ദാറ്റ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഇസ് എംബോഡീഡ് ഇൻ ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എംബോഡീഡ് ആണ് ആൻഡ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുമ്പോൾ റൂൾ ഓഫ് ലോ എംബോഡി ചെയ്യുന്ന കോൺസെപ്റ്റ്സിനെ എടുത്ത് മാറ്റാൻ, ഓൾട്ടർ ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് റൂൾ ഓഫ് ലോ, ഇസ് എ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഇത് UPSC പെർസ്പെക്റ്റീവില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അല്ല. 2024 ഇലക്ഷൻ റിസൾട്ട് ദാറ്റ് ലീവ്സ് മെനി അസ്റ്റൗണ്ടഡ്. US ഇപ്പോ ട്രംപ് ജയിച്ചതിന്റെ കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. സോ ഇത് ഇൻ ജനറൽ എന്താണ് വേൾഡിലെ ഡെമോക്രസീസിന്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ US ഡൈനമിക്സ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് വായിച്ച് വെച്ചേക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് എസ്സേക്കൊക്കെ ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. ഇത് ബേസിക്കലി പറയുന്നത് എന്താണ്, വേൾഡില് ഡെമോക്രാറ്റിക് വാല്യൂസിന്റെ, അതോറിറ്റേറിയനിസത്തിന്റെ റൈസും ഒപ്പം തന്നെ ഡെമോക്രാറ്റിക് വാല്യൂസ് ഡിമിനിഷും ആവുന്നുണ്ട്. ഇപ്പൊ ട്രംപ് ഒക്കെ എന്താണ് അത്യാവശ്യം നല്ല ആന്റി മൈഗ്രന്റ് റെട്ടറിക്കും ഒക്കെ പറഞ്ഞിട്ട് അധികാരത്തിലേറിയ ഒരാളാണ്. ട്രംപിന്റെ കൂടെയുള്ള സപ്പോർട്ടേഴ്സ് പലരും ബ്ലേറ്റന്റ്ലി മിസോജനിസ്റ്റിക് ആയിട്ടുള്ള, റേസിസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ബട്ട് ഡിസ്പൈറ്റ് ദാറ്റ് പുള്ളി പോപ്പുലർ വോട്ടിലും ഇലക്ട്രൽ വോട്ടിലും എന്താണ് മെജോറിറ്റി നേടിയിട്ട് തന്നെയാണ് ഇപ്പൊ അധികാരത്തിൽ വന്നിട്ടുള്ളത്. സോ ഡെമോക്രസിയുടെ എഫക്റ്റീവ്നെസ് എങ്ങനെ വേണം ഇംപ്രൂവ് ചെയ്യാൻ. പിന്നെ US കാര്യം പറയുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഇല്ലാത്തവർ, ഡിഗ്രി ഇല്ലാത്തവരിൽ 63% റിപ്പബ്ലിക്കൻ പാർട്ടി, അതായത് ട്രംപിന്റെ പാർട്ടിയിലേക്കാണ്, ട്രംപിനാണ് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു ഫൈൻഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവര്, ബാക്കിയുള്ളവരൊക്കെ ഡെമോക്രാറ്റ്സിലേക്കാണ് കൂടുതൽ തിരിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. സോ ആ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് വായിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇന്ത്യയുടെയും നൈജീരിയയുടെയും ടൈസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അബൂജ, നൈജീരിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അബൂജയാണ്. സോ നൈജീരിയയിലേക്ക് അബൂജ സമ്മിറ്റ് കൂടാനായിട്ട് പ്രൈം മിനിസ്റ്റർ പോകുന്നുണ്ട്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ടൈസ് ഉള്ള സെക്കൻഡ് എന്താണ് ഒരു പ്രോമിനന്റ് നേഷൻ, ആഫ്രിക്കൻ നേഷൻ ആണ് നൈജീരിയ. സോ ഇന്ത്യക്ക് ഒരുപാട് ടൈസ് ഉണ്ട് നൈജീരിയ ആയിട്ട്. ഇപ്പൊ ഒരുപാട് എന്താ പറയുക, നമ്മുടെ കൾച്ചറലി ആയാൽ പോലും നമ്മുടെ സോഫ്റ്റ് പവർ ഒക്കെ ഒരുപാട് നൈജീരിയയിൽ, ഇപ്പൊ ബോളിവുഡ് പോലെ, അല്ലെങ്കിൽ ബജാജ്, ബോളിവുഡ്, ടാറ്റ, ഇവരൊക്കെ നൈജീരിയയിൽ പ്രോമിനന്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ്. പിന്നെ ട്രേഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ more than 150 ഇന്ത്യൻ കമ്പനീസ് ഹാവ് ഫുട് പ്രിന്റ്സ് ഇൻ നൈജീരിയ ആൻഡ് എസ്റ്റിമേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് $27 ബില്യൺ ആണ്. ബൈലാറ്ററൽ ട്രേഡ് നൈജീരിയയുമായിട്ട് 7.9 ബില്യൺ ആണ്. നൈജീരിയയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ഇന്ത്യയാണ്. ആൻഡ് വി ഹാവ് എ ബൈലാറ്ററൽ ട്രേഡ് ഓഫ് 7.9 ബില്യൺ. അപ്പൊ ഈ ആർട്ടിക്കിൾ പറയുന്നത് നമ്മൾ ട്രേഡ് ബൂസ്റ്റ് ചെയ്യണം, ഏതൊക്കെ ഏരിയയിൽ ബൂസ്റ്റ് ചെയ്യണം. നൈജീരിയക്ക് നല്ല ഓയിൽ ആൻഡ് ഗ്യാസ് റിസർവ്സ് ഉണ്ട്. സോ ഹൈഡ്രോ കാർബൺ സപ്ലൈ, എനർജി സപ്ലൈ ഏരിയയിൽ നമുക്ക് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ട്രേഡ്. മാത്രമല്ല ഡിഫൻസ് എൻഗേജ്മെന്റ് നൈജീരിയയുമായിട്ട് കൂട്ടാൻ പറ്റും. നൈജീരിയക്ക് ശരിക്കും ബൊക്കോ ഹറാം പോലത്തെ ഫണ്ടമെന്റലിസ്റ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് നൈജീരിയയിൽ സെക്യൂരിറ്റി ത്രെട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഗൾഫ് ഓഫ് ഗിനിയയിൽ ഗൾഫ് ഓഫ് ഗിനിയെ ബോർഡർ ചെയ്യുന്ന ഒരു നേഷൻ ആണ് നൈജീരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൾഫ് ഓഫ് ഗിനിയയിലെ പൈറസി നൈജീരിയയുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്നുണ്ട്. സോ ഇതുപോലത്തെ ഇഷ്യൂസ് കാരണം അവിടെയൊക്കെ ഇന്ത്യക്ക് ഡിഫൻസ് എൻഗേജ്മെന്റും കൂട്ടാൻ സാധിക്കും എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. ഗൾഫ് ഓഫ് ഗിനിയ എന്ന് പറയുന്നത് ശരിക്കും അറ്റ്ലാന്റിക് ഓഷനിലുള്ള ഈ ഒരു ഗൾഫിനെയാണ് ഗൾഫ് ഓഫ് ഗിനിയ എന്ന് പറയുന്നത്. ഇതിന്റെ പേര് വരാൻ കാരണം ഇവിടെ ഇക്വറ്റോറിയൽ ഗിനിയ എന്ന് പറഞ്ഞ ചെറിയൊരു നേഷൻ ഉണ്ട്. അതല്ലാണ്ട് ഗിനിയ ബിസാവ് എന്നൊക്കെ പറഞ്ഞ ആഫ്രിക്കയിൽ വേറെ നേഷൻസ് ഉണ്ട്. ബട്ട് ദിസ് ഇസ് ഇക്വറ്റോറിയൽ ഗിനിയ. ഇവിടെ ഗൾഫ് ഓഫ് ഗിനിയ വരുന്നുണ്ട്. ഈ ഗൾഫ് ഓഫ് ഗിനിയനെ ബോർഡർ ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണ് എന്നുള്ളത് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ലൈബീരിയ, ഐവറി കോസ്റ്റ്, ഘാന, ടോഗോ, ബെനിൻ, നൈജീരിയ, കാമറൂൺ, ഇക്വറ്റോറിയൽ ഗിനിയ,
ഗാബോൺ, കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അങ്കോള, ഇത്രയും കൺട്രീസ് ഗൾഫ് ഓഫ് ഗിനിയെ ബോർഡർ ചെയ്യുന്നുണ്ട്. പിന്നെ മേജർലി ഗൾഫ് ഓഫ് ഗിനിയിലേക്ക് ഡ്രെയിൻ ആവുന്ന റിവേഴ്സ് UPSC ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആഫ്രിക്കൻ റിവേഴ്സ് എങ്ങോട്ടാണ് ഡ്രെയിൻ ആവുന്നത് എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം ആഫ്രിക്കയുടെ വൺ സൈഡ് അറ്റ്ലാന്റിക് ഓഷൻ ആണ്, ഇപ്പുറത്ത് ഇന്ത്യൻ ഓഷൻ ആണ്. സോ എങ്ങോട്ടേക്കാണ് ഏതൊക്കെ റിവേഴ്സ് ഡ്രെയിൻ ചെയ്യുന്നതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ UPSC. സോ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഇക്വറ്റോറിയൽ ഗിനിയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്ന റിവേഴ്സ് മേജർലി ഡ്രെയിൻ ചെയ്യുന്ന റിവർ വോൾട്ടയും റിവർ നൈജറും ആണ്. നൈജർ ആണ് നൈജീരിയയിലെ ഇമ്പോർട്ടന്റ് റിവർ. ഈ റിവർ വോൾട്ട എന്ന് പറയുന്നത് ഘാനയിലെ ഇമ്പോർട്ടന്റ് റിവർ ആണ്. ഈ റിവർ ഒരു റിസർവോയർ ഫോം ചെയ്യുന്നുണ്ട്, ലേക്ക് വോൾട്ട എന്ന് പറഞ്ഞിട്ട്. ഈ ലേക്ക് വോൾട്ട UPSC ഇതിനു മുന്നേ ഓപ്ഷൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ ആഫ്രിക്കയിലെ ലേക്സ്, റിവേഴ്സ് എങ്ങോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്, എന്തിന്റെ റിസർവോയർ ആണ് എന്നൊക്കെ ഉള്ളത് പ്രിലിംസ് പെർസ്പെക്റ്റീവില് നമ്മൾ അറിഞ്ഞിരിക്കണം, ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി പെർസ്പെക്റ്റീവില്. പിന്നെ ടുഡേ ഈസ് November 15th, ബിർസ മുണ്ടയുടെ 150th ബർത്ത് ആനിവേഴ്സറി ആണ്. സോ ആ കോണ്ടെക്സ്റ്റില് വി ആർ സെലിബ്രേറ്റിംഗ് 150th ബർത്ത് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്റ്റാമ്പും കോയിനും ഒക്കെ ബിർസ മുണ്ടയെ ഓണർ ചെയ്യാനായിട്ട് ഇറക്കുന്നുണ്ട്. ഇതിന് ജൻജാതീയ ഗൗരവ് ദിവസ് ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ജൻജാതി എന്ന് പറയുമ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ജൻജാതീയ ഗൗരവ് ദിവസ് ആയിട്ടാണ് ബിർസ മുണ്ടയുടെ ബർത്ത് ആനിവേഴ്സറീസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പെർസ്പെക്റ്റീവില് ബിർസ മുണ്ട ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ ആണ്, ഒരു ട്രൈബൽ ലീഡർ ആണ്, ഫ്രീഡം ഫൈറ്റർ ആണ്. ഛോട്ടാനാഗ്പൂർ ഏരിയ, ഇന്നത്തെ ഝാർഖണ്ഡ്, ബീഹാറും ഒക്കെ ഉള്ള ഏരിയയിലായിരുന്നു ബിർസ മുണ്ട ഉണ്ടായിരുന്നത്. ബിർസ മുണ്ട ഇസ് ഫേമസ് ഫോർ മുണ്ട റിബല്യൻ. മുണ്ട റിബല്യനെ ഉൽഗുലൻ എന്നും ടമാർ റിവോൾട്ട് എന്നും പറയും, വിച്ച് ഇസ് ഇൻ ദ ലേറ്റ് 19th century. ഈ ഉൽഗുലൻ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ് എന്ന് UPSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ഹിസ്റ്ററിയിൽ. ഉൽഗുലൻ ഇസ് റിലേറ്റഡ് ടു മുണ്ട റിബല്യൻ, ട്രൈബൽ റിബല്യൻ ആയിരുന്നു. ബ്രിട്ടീഷ് ഫോറസ്റ്റ് ലോസിനെതിരെയുള്ള ഫൈറ്റ് ആൻഡ് ഓപ്പറസീവ് ഫോറസ്റ്റ് ലോസ്, ട്രൈബൽസിന്റെ ഫോറസ്റ്റിലുള്ള ലാൻഡ് റൈറ്റ്സ് ഒക്കെ എടുത്തു കളയുന്ന രീതിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒപ്രസീവ്, കൊളോണിയൽ ഗവൺമെന്റ് ഒപ്രസീവ് ലോസിനെതിരെയുള്ള റിബലിയൻ ആയിരുന്നു മുണ്ട റിബലിയൻ. ബിർസ മുണ്ടയെ ഈ റിബലിയൻ ലീഡ് ചെയ്തതൊക്കെ കൊണ്ട് തന്നെ ഭഗവാൻ അല്ലെങ്കിൽ ബിർസ ഭഗവാൻ എന്ന് വിളിക്കുമായിരുന്നു. അതുകൂടാണ്ട് പുള്ളിയെ ധർത്തി ആബ എന്ന് വിളിക്കുമായിരുന്നു. ധർത്തി മീൻസ് എർത്ത്, ആബ മീൻസ് ഫാദർ. സോ ഫാദർ ഓഫ് ദി എർത്ത്, ധർത്തി ആബ എന്ന് വിളിക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് ഒരു 2 months മുന്നേ ഗവൺമെന്റ് ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ധർത്തി ആബ ജൻജാതി ഗ്രാം ഉത്കർഷ് അഭിയാൻ. ഈ ട്രൈബൽ വില്ലേജസിൽ, ട്രൈബൽ മെജോറിറ്റി വില്ലേജസില് ബേസിക് ഫെസിലിറ്റീസ് എല്ലാം എത്തിക്കാൻ ഒരു സാച്ചുറേഷൻ അപ്രോച്ച് വെച്ചിട്ട് ബേസിക് ഫെസിലിറ്റീസ് ട്രൈബൽ മെജോറിറ്റി വില്ലേജസിൽ എത്തിക്കാനായിട്ട് ധർത്തി ആബ ഗ്രാം ഉത്കർഷ്, ജനജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ എന്ന് പറഞ്ഞൊരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ ധർത്തി ആബ റെഫേഴ്സ് ടു ബിർസ മുണ്ട. സോ പിന്നെ പുള്ളി ഒരു ഫെയ്ത്ത്, ഒരു റിലീജിയൻ പോലെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് കോൾഡ് ബിർസൈറ്റ്. ഈ ബിർസൈറ്റ് ഇസ് എ ബ്ലെൻഡ് ഓഫ് ആനിമിസം ആൻഡ് ഇൻഡിജിനസ് ബിലീഫ്സ്. ആനിമിസം എന്ന് പറയുന്നത് നേച്ചർ വർഷിപ്പ് ആണ്. ഈ നേച്ചർ വർഷിപ്പും ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രൈബൽ ബിലീഫ്സിനെയും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് പുള്ളി ഒരു ഫെയ്ത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു, വിച്ച് എംഫസൈസ് ദ വർഷിപ്പ് ഓഫ് എ സിംഗിൾ ഗോഡ്, ഒരു ഒറ്റ ഗോഡിനെ വർഷിപ്പ് ചെയ്യുന്നതായിരുന്നു. പിന്നെ പുള്ളി കുറച്ച് എന്താണ് ഈ ആൽക്കഹോളിസം ഒക്കെ ട്രൈബൽസ് ഉപേക്ഷിക്കണമെന്നും എന്താണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരുത്തണം എന്നും ഒരു ഗ്ലോറി എന്താണ് ഒരു ട്രൈബൽ ഗ്ലോറി മെയിൻറ്റെയിൻ ചെയ്യണം എന്നും ബിലീവ് ചെയ്തിരുന്നു ബിർസ മുണ്ട. സോ November 15th എല്ലാ വർഷവും ജൻജാതി ഗൗരവ് ദിവസ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒബ്സർവ് ചെയ്യാറുണ്ട് സിൻസ് 2021. പിന്നെ നോ ഡ്യുവൽ ഇക്കോ ക്ലിയറൻസ് ഫോർ 39 കാറ്റഗറീസ് ഓഫ് ഇൻഡസ്ട്രി. അപ്പോ ഈ ഇൻഡസ്ട്രീസിന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ, അവർക്ക് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇതിനു മുന്നേ വരെ എന്താണ് ഇപ്പോഴും 2 കാറ്റഗറീസ് ഓഫ് ക്ലിയറൻസ് വേണം, 2 ടൈപ്പ് ക്ലിയറൻസ് വേണം. ഒന്ന് എൻവയോൺമെന്റൽ ക്ലിയറൻസ് EC, അതുകൂടാണ്ട് കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് CTE. എസ്റ്റാബ്ലിഷ് ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് മാത്രം കിട്ടിയാൽ പോരാ, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കൺസെന്റ് വാങ്ങണം. സോ ഇപ്പൊ ഗവൺമെന്റ് ചെയ്തത് വൈറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രീസ് ഉണ്ട്. വൈറ്റ് കാറ്റഗറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ലീസ്റ്റ് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെയാണ് വൈറ്റ് കാറ്റഗറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രീസ് ഇനി മുതൽ ഡ്യുവൽ ക്ലിയറൻസ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുണ്ട്. ഡ്യുവൽ ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ഇനി അവർക്ക് എൻവയോൺമെന്റൽ ക്ലിയറൻസ് മാത്രം എടുത്താൽ മതിയാവും.
അതിനുശേഷം കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് ഓർ കൺസെന്റ് ടു ഓപ്പറേറ്റ് CTE അല്ലെങ്കിൽ CTO എടുക്കേണ്ട ആവശ്യം ഇനി അവർക്ക് ഉണ്ടാവില്ല ഈ പറയുന്ന വൈറ്റ് കാറ്റഗറിക്ക്. സോ ഇത് ഒന്ന് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ ഫോസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. ഈ കംപ്ലയൻസ് ബേർഡൻ, ഈ പേപ്പർ വർക്ക്, പിന്നെ അതിന്റെ 2 അപ്രൂവല്, ഇതെല്ലാം ഭയങ്കര ഒരു കംപ്ലയൻസ് ബേർഡൻ ആണ്. സോ അത് കുറയ്ക്കാനായിട്ടെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. പിന്നെ അപ്പൊ ഇതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്ന ലെസ് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഓഫ് സോളാർ സെൽസ് ആൻഡ് മോഡ്യൂൾസ്, വിൻഡ് ആൻഡ് ഹൈഡൽ പവർ യൂണിറ്റ്സ്, ഫ്ലൈ ആഷ് ബ്രിക്സ് ഓർ ബ്ലോക്ക് മാനുഫാക്ചറിംഗ്, ലെതർ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ്, പിന്നെ റിപ്പയറിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് എയർ കൂളേഴ്സ് ആൻഡ് എയർ കണ്ടീഷണേഴ്സ്. ഈ പറയുന്ന ഇൻഡസ്ട്രീസിനൊന്നും ഒക്കെ ഇനി ഡ്യുവൽ ക്ലിയറൻസ് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ്. സോ CPCB നമുക്കറിയാം, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് was established under Water Act 1974 വാട്ടർ ആക്ടിന്റെ കീഴിലാണ് CPCB എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, വാട്ടർ പൊല്യൂഷനെ അഡ്രസ് ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ആയിട്ടായിരുന്നു ആദ്യമായിട്ട് CPCB എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നീട് എയർ ആക്ട് കൊണ്ടുവന്നപ്പോൾ അതിന്റെ കീഴിലും എയർ പൊല്യൂഷൻ തടയാനുള്ള മെഷേഴ്സിനും CPCBക്ക് എന്താണ് ഇത് കൊടുത്തിട്ടുണ്ട്, മാൻഡേറ്റ് കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉള്ള ന്യൂസ്, രാജ്നാഥ് ടു വിസിറ്റ് ലാവോസ് നെക്സ്റ്റ് വീക്ക്, മേ മീറ്റ് ചൈനീസ് കൗണ്ടർ പാർട്ട്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ലാവോസിലേക്ക് പോവാണ്. ASEAN ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്, അതാണ് ADMM, ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് പ്ലസ്, അതായത് ASEAN കൺട്രീസ്, 10 ASEAN കൺട്രീസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള 10 ASEAN കൺട്രീസ് കൂടാണ്ട് ASEAN ഡയലോഗ് പാർട്ട്നേഴ്സ്, 8 ഡയലോഗ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഓസ്ട്രേലിയ, ചൈന, ഇന്ത്യ, ജപ്പാൻ, ന്യൂസിലൻഡ്, സൗത്ത് കൊറിയ, റഷ്യ, US. ഇത്രയും ASEAനും ASEAN പ്ലസ് ഇറ്റ്സ് ഡയലോഗ് പാർട്ട്നേഴ്സുമായിട്ടുള്ള ഒരു ASEAN ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ഡയലോഗ് ADMM പ്ലസ് നടക്കാൻ പോവാണ് ലാവോസില്. സോ അങ്ങോട്ടേക്കാണ് ഡിഫൻസ് മിനിസ്റ്റർ പോകുന്നത്. സോ ASEAന്റെ മെക്കാനിസത്തിൽ നമ്മുടെ ഏരിയാസ് ഓഫ് കോഓപ്പറേഷനിൽ ഇങ്ങനെ ഒരു എന്താണ് ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ അത് ഓർത്ത് വെക്കാം. പിന്നെ COP29 ബാക്കുല് ബേസിക് കൺട്രീസ് ആസ്ക് നേഷൻസ് അറ്റ് COP29 ടു ഓണർ കമ്മിറ്റ്മെന്റ്സ് ഫോർ ക്ലൈമറ്റ് ഫിനാൻസ്. ഈ ബേസിക് കൺട്രീസ് എന്ന് പറയുന്നത്, ബേസിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ കൂടി ഉള്ള ഒരു ഗ്രൂപ്പാണ്. ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന, അതായത് റീസെന്റ് ഇൻഡസ്ട്രിയലൈസ് ചെയ്ത ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ്, അതാണ് ഈ ബേസിക് ഗ്രൂപ്പിംഗ്. 4 കൺട്രീസ് ആണ് ഈ ഇത് ഫോം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാലും എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിനെ ഫൈറ്റ് ചെയ്യാനും UNFCCയുടെ അകത്ത് നെഗോഷിയേഷൻസ് നടത്താനും വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. ഡെവലപ്പിംഗ് നേഷൻസിന്റെ അജണ്ട പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തത് ഇൻ 2009. സോ ക്ലൈമറ്റ് ഫൈനാൻസിന്റെ കമ്മിറ്റ്മെന്റ്സ് ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് നേഷൻസ് പുഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആണ്. സോ US-ന്റെ ഇന്റിമിഡേഷന്റെ കീഴിൽ എന്താണ് ന്യൂക്ലിയർ ഡീല്, ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ പറ്റി നെഗോഷിയേറ്റ് ചെയ്യില്ല എന്ന് UN-ന്റെ ന്യൂക്ലിയർ ചീഫിനോട് പറഞ്ഞു എന്നുള്ളൊരു ന്യൂസ് ആണ്. സോ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ അറിയേണ്ടത് ഒരു ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ JCPOA, അല്ലെങ്കിൽ അതിന് കോമൺലി അറിയപ്പെട്ടിരുന്നത് ഇറാൻ ന്യൂക്ലിയർ ഡീൽ എന്ന് പറയുന്ന ഒരു ഡീലായിട്ടാണ്. സോ ഈ ഇറാൻ ന്യൂക്ലിയർ ഡീല് സൈൻ ചെയ്തത് ഇറാനും P5+1 നേഷൻസും ആണ്. ഒന്ന് ഇറാൻ ഉണ്ട്, പിന്നെ P5 എന്ന് പറയുന്നത് ദ പെർമനന്റ് 5 യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് 5 നേഷൻസ് വിച്ച് ആർ UK, US, ഫ്രാൻസ്, ചൈന ആൻഡ് റഷ്യ. ഈ P5ഉം +1 ജർമ്മനി ഇത്രയും ഈ 6 നേഷൻസും ഇറാനുമായിട്ട് സൈൻ ചെയ്ത ഒരു ഡീലാണ് ഈ JCPOA ഓർ ഇറാൻ ന്യൂക്ലിയർ ഡീൽ. ആ ഡീലിന്റെ കീഴിൽ ഇറാൻ അഗ്രി ടു സിഗ്നിഫിക്കന്റ്ലി കട്ട് ഇറ്റ്സ് സ്റ്റോർസ് ഓഫ് സെൻട്രിഫ്യൂജ്, എൻറിച്ച്ഡ് യുറേനിയം ആൻഡ് ഹെവി വാട്ടർ. അതായത് ന്യൂക്ലിയർ വെപ്പൺസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള കമ്പോണൻസിന്റെ സ്റ്റോർ എല്ലാം കുറയ്ക്കും, സിഗ്നിഫിക്കന്റ്ലി കട്ട് ചെയ്യും അതിന്റെ സ്റ്റോർ എന്ന് ഇറാൻ ഈ ഡീലിന്റെ കീഴിൽ ഇറാൻ സമ്മതിച്ചു. അത് മാത്രമല്ല IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ഷൻസും അലൗ ചെയ്യുന്ന ഇറാൻ പറഞ്ഞു. അവർ ഈ കമ്മിറ്റ്മെന്റ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് IAEAയുടെ ഇൻസ്പെക്ഷൻസും ഇറാൻ അലൗ ചെയ്യും എന്നുള്ളതായിരുന്നു ഈ ഡീലിന്റെ കീഴിൽ ഇറാന്റെ സൈഡിൽ നിന്നുള്ള കമ്മിറ്റ്മെന്റ്.
വെസ്റ്റ് എഗ്രി ചെയ്തത് ഇറാന്റെ പുറത്തുള്ള ന്യൂക്ലിയർ പ്രൊളിഫറേഷൻ കാരണം ഇറാന്റെ പുറത്ത് ചുമത്തപ്പെട്ടിരുന്ന സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യും. എസ്പെഷ്യലി ഇറാന്റെ ഓയിൽ ഇമ്പോർട്ട്സ്, ഇറാന് പുറത്തേക്ക് മറ്റു കൺട്രീസുമായിട്ട് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിനെതിരെ സാങ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോ ഇറാന്റെ ഓയിൽ ഇമ്പോർട്ട്സ് പുറത്തുള്ള സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുന്നായിരുന്നു. അത് ലിഫ്റ്റ് ചെയ്ത സമയത്തായിരുന്നു ഇന്ത്യ ഇറാന്റെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഒക്കെ അപ്പോഴത്തേക്കും ഇറാന്റെ ക്രൂഡ് ഓയിലും കൂടി മാർക്കറ്റിൽ വന്നപ്പോൾ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞായിരുന്നു. ഇന്ത്യ ഇറാന്റെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഒക്കെ പ്രൊക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് നമ്മൾ ലോക്കൽ കറൻസിയിലൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ അത്യാവശ്യം ഇറാനുമായിട്ട് നല്ല റിലേഷൻസും ആയിരുന്നു ഉള്ളത്. ആ സമയത്തായിരുന്നു ട്രംപ് ആദ്യമായിട്ട് അധികാരത്തിൽ വന്നതും. 2018 ട്രംപ് യൂണിലാറ്ററലി പുൾഡ് ഔട്ട് ഓഫ് JCPOA. ട്രംപ് വിഡ്രോ ചെയ്തു, US വിഡ്രോ ചെയ്തു JCPOA എന്ന്. അതോടെ ആ അഗ്രിമെന്റ് തകരുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ട്രംപ് ഇൻഫാക്ട് റീഇമ്പോസ്ഡ് സാങ്ഷൻസ്, വെസ്റ്റിന്റെ സാങ്ഷൻസ് ട്രംപ് റീഇമ്പോസ് ചെയ്യേണ്ടായി ഇറാന്റെ പുറത്ത്. പിന്നെയും ഇറാന്റെ ഓയിൽ എക്സ്പോർട്സ് കട്ട് ചെയ്തായിരുന്നു. ഇൻഫാക്ട് ഇറാന്റെ കയ്യിൽ നിന്ന് പെട്രോളിയം ഒക്കെ പ്രൊക്യൂർ ചെയ്യുന്ന നേഷൻസിനെ അവരുടെ കമ്പനീസിന്റെ ഒക്കെ പുറത്ത് US സാങ്ഷൻസ് ചുമത്താൻ തുടങ്ങി, ഇറാനുമായിട്ട് ഓയിൽ ഡീൽസിലൊക്കെ ഏർപ്പെടുന്ന കൺട്രീസിന്റെ പുറത്ത്. സോ ഈ എഗ്രിമെന്റ് തകർന്നതിന് ശേഷം ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഫർദർ ചെയ്യാൻ തുടങ്ങി. അവരുടെ കമ്മിറ്റ്മെന്റ്സ് നിന്ന് അവരും ബാക്ക് ഔട്ട് ചെയ്തു. സോ അതിനുശേഷം പിന്നീട് ബിഡൻ വന്നുവെങ്കിലും ഇതിന്റെ നെഗോഷിയേഷൻസ് കാര്യമായിട്ട് എങ്ങോട്ടേക്കും എത്തിയിട്ടില്ലായിരുന്നു. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ IAEA ചീഫിനോട് പറഞ്ഞത് ഈ ഇന്റിമിഡേഷന്റെ കോണ്ടെക്സ്റ്റിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെയുള്ളൊരു ന്യൂസ് കഴിഞ്ഞ ദിവസത്തെ ന്യൂസിന്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ദിവസം നേപ്പാളിലെ പ്രൈം മിനിസ്റ്റർ ഒലി ചൈനയിലേക്ക് പോയി. ഇന്ത്യ ഇൻവിറ്റേഷൻ ആദ്യം എക്സ്റ്റെൻഡ് ചെയ്തില്ല. സോ ഹി വെന്റ് ടു ചൈന എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. സോ ഇപ്പോ നേപ്പാളിലെ ഓപ്പോസിഷൻ ലീഡർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ടൈസ് ബാലൻസ് ചെയ്യണം, ഒരു ചൈനീസ് ടിൽറ്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിക്ക് ഓപ്പോസിഷൻ ലീഡർ പറയുന്ന ഒരു ന്യൂസ് ആണ്. സോ അതുകൂടാണ്ട് ഇന്ത്യ നേപ്പാൾ കാലാപാനി ലിംബിയാതുര ബോർഡർ ഇഷ്യൂവിനെ പറ്റിയും ഈ ന്യൂസിൽ പറയുന്നുണ്ട്. സോ നേപ്പാൾ നമുക്കറിയാം. ഇപ്പൊ ഇതാണ് നേപ്പാൾ. ഇവിടെയുള്ള ഈ ഒരു സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡ്. സോ ഇവിടെയുള്ള ഈ ഒരു റീജിയനിലുള്ള ലിംബിയാതുര കാലാപാനി ഏരിയാസിനെ റിഗാർഡ് ചെയ്തിട്ടാണ് ബോർഡർ ഡിസ്പ്യൂട്ട് ഉള്ളത്. സോ ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു റിവറിന്റെ ഒറിജിൻ സംബന്ധിച്ച് ഇന്ത്യയും നേപ്പാളും ഡിഫറെന്റ്ലി ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ദ റിവർ ഇസ് ശാരദ റിവർ. ഇതിനെ കാലി റിവർ എന്നും പറയാറുണ്ട്. ഈ റിവർ ഒഴുകിയിട്ടാണ് ഈ നേപ്പാളും ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡും തമ്മിലുള്ള ബോർഡർ ഉണ്ടാക്കുന്നത്. സോ ഇപ്പൊ ഇഷ്യൂ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കാലാപാനി ഉണ്ട്, ഇവിടെ ലിപ്പുലെ പാസ് ഉണ്ട്, ഈ മുകളിലുള്ള സ്ഥലമാണ് ലിംബിയാതുര. നേപ്പാൾ പറയുന്നത് കാളി ഒറിജിനേറ്റ് ചെയ്യുന്ന ലിംബിയാതുര എന്നാണ്. സോ അത് ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന ഈ വഴി അത്രയും നേപ്പാളിന്റെ ടെറിട്ടറിയാണ്. ഈ യെല്ലോയിൽ കാണുന്ന ഈ ഏരിയ അത്രയും നേപ്പാളിന്റെ ടെറിട്ടറി ആണെന്നാണ് പറയുന്നത്. ഇന്ത്യ പറയുന്നതല്ല, കാലാപാനി ഇവിടെ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ഈ ടെറിട്ടറി അത്രയും ഇന്ത്യയുടെ ആണെന്നാണ് ഇന്ത്യ പറയുന്നത്. സോ ദിസ് ടെറിട്ടറി ആക്ച്വലി ഇപ്പൊ ഇന്ത്യയുടെ തന്നെയാണ്. ആൻഡ് നേപ്പാൾ അത് കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നേപ്പാൾ ഒരു മാപ്പ് ഒക്കെ ഇറക്കിയായിരുന്നു, അതൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. സോ ഈ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ കാലി റിവർ എന്ന് പറയുന്നത് ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയ ഹാഗ്ര റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ് ഈ പറയുന്ന ശാരദ റിവർ. സോ ഇന്ത്യയുടെ നേപ്പാളിന്റെയും ബൗണ്ടറി ഡിസൈഡ് ചെയ്യുന്ന റിവർ ആണ്. അതിന്റെ ഒറിജിന്റെ ബേസിസിലാണ് ഈ പറയുന്ന ബോർഡർ ഡിസ്പ്യൂട്ട് ഉള്ളത്. അത്രേ ഉള്ളൂ ഇന്നത്തെ ന്യൂസ്. താങ്ക് യു.